നടൻ മോഹൻ രാജിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ കാഞ്ഞിരംകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ടാകും. പിന്നീട് വൈകിട്ട് 5 മണിക്ക് ആയിരിക്കും വീട്ടുവളപ്പിൽ സംസ്കാരം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം കിരീടം എന്ന സിനിമയിലൂടെയാണ് മോഹൻരാജ് മലയാളികൾക്ക് ഏറെ അറിയപ്പെടുന്നവനാകുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചിട്ടുണ്ടല്ലോ. വൈകിട്ട് എപ്പോഴാണ് സംസ്കാരം? കൂടുതൽ വിവരങ്ങൾ. മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാഞ്ഞിരംകുളത്തുള്ള രണ്ടര മണിയോടുകൂടിയാണ് വീട്ടിൽ വാടക വീട്ടിൽ ദൃശ്യ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നടൻ മോഹൻ രാജിന്റെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയാണ് കാഞ്ഞിരംകുളത്താണ് ദൃശ്യ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം. വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. ടിൻഡു, കേൾക്കാമെങ്കിൽ നടൻ മോഹൻ രാജ് ഒറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വില്ലൻ കഥാപാത്രമാണ് മോഹൻ രാജ്. കിരീടത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയത്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ടിൻഡു. വിനോദ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വാടക വീടിന് സമീപമുള്ള ദൃശ്യ ഓഡിറ്റോറിയത്തിലാണ്. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ദൃശ്യ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. 2:30 മണി മുതൽ 4:30 മണി വരെ ഇവിടെ പൊതുദർശനത്തിന് മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം 5 മണിയോടുകൂടി തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തുള്ള കുടുംബ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നേടിയൊരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. സർക്കാർ സർവീസുകളിൽ നിന്നൊക്കെ സർക്കാർ സർവീസുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നതിന് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ എക്കാലവും മറക്കാനാകാത്ത വില്ലൻ വേഷങ്ങളെയും സമ്മാനിച്ചതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ തന്നെ ഹലോ എന്ന സിനിമയിലൂടെ ഹാസ്യ നടനാകാനും സാധിക്കുമെന്ന് തെളിയിച്ച ഒരു നടൻ കൂടിയായിരുന്നു അദ്ദേഹം. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞത്. നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവസാനമായി ഒന്ന് കാണാനും അദ്ദേഹത്തെ കാണാനും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി എത്തിയത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെയും അതോടൊപ്പം തന്നെ സിനിമാ സീരിയൽ രംഗത്തെയും നടന്മാർ ഇത്തരത്തിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൗരപ്രമുഖരും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മലയാളത്തിൽ ഒട്ടും മറക്കാൻ സാധിക്കാത്തൊരു നടനാണ് കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന നാമധേയത്തിലൂടെ മാത്രമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. നരസിംഹത്തിലെ ഭാസ്കരൻ, മായാവിയിലെ യതീന്ദ്രൻ, അതോടൊപ്പം തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സിലെ ജോസ് പൗലോസ്, വില്ലൻ കീരിക്കാടനാണ് സിനിമയിലെങ്കിൽ അല്ലെങ്കിൽ കീരിക്കാടൻ ജോസാണ് സിനിമയിലെങ്കിൽ ഒരു അടിപ്പടം പ്രതീക്ഷിക്കാമെന്ന് അല്ലെങ്കിൽ ഒരു അടിപ്പടം എൻ്റർടൈൻ പടം പ്രതീക്ഷിക്കാമെന്നൊരു ചിന്തയോടെ തിയേറ്ററിലേക്ക് പോയൊരു കാലം ഒരു പക്ഷേ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്രയും പവർഫുൾ ആയിട്ടൊരു വില്ലൻ കഥാപാത്രത്തെ മലയാളിയുടെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ തിരശ്ശീലയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രൂപവും ഭാവവും കൊണ്ട് തന്നെ ഒരുപക്ഷെ വില്ലൻ കഥാപാത്രങ്ങളെ അത്രയും മലയാളികളുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിർത്തുന്ന രീതിയിൽ തിരശ്ശീലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു പക്ഷേ
എല്ലാ കാലവും ഓർത്തിരിക്കാൻ സാധിക്കുന്ന വളരെ കുറച്ചാണെങ്കിൽ പോലും കഥാപാത്രങ്ങളെ അദ്ദേഹം തന്നിട്ടാണ് പോകുന്നത്. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തെ ആക്ഷൻ പടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രം അത്രയും ത്രസിപ്പിച്ചിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളത്തുള്ള കുടുംബ വളപ്പിൽ നടക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ പൊതുദർശനമാണ് നടക്കുന്നത്. സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയം വെച്ചിട്ടാണ് പൊതുദർശനം നടക്കുന്നത്. 2:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. തീർച്ചയായും മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് കീരിക്കാടൻ ജോസിലൂടെ പുതിയ രൂപവും ഭാവവും പകർന്നു നൽകിയ മോഹൻരാജ് എന്ന നടൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം വൈകിട്ട് 5 മണിക്ക് നടക്കും. കാഞ്ഞിരംകുളത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.